IPO മൊമെന്റം ശക്തം. നിരവധി സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റിംഗിന് തയ്യാറെടുക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ. 2026-ൽ ഫണ്ടിംഗ് സെലക്റ്റീവാകുന്നു. എന്നാൽ AI-യിൽ ബൂം. ഇന്ത്യയിൽ 1.28 ലക്ഷത്തിലധികം യൂണിക്കോണുകൾ. 2026-ൽ 3 പുതിയ യൂണിക്കോണുകൾ. AI, ഡീപ് ടെക്, ഹെൽത്ത് ടെക്, ക്ലീൻ ടെക് എന്നിവ ഹോട്ട് സെക്ടറുകൾ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. IPO മൊമെന്റം ശക്തം. നിരവധി സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റിംഗിന് തയ്യാറെടുക്കുന്നു. 2026-ൽ സ്റ്റാർട്ടപ്പ് IPOകൾക്ക് വലിയ പ്രതീക്ഷ. നിരവധി കമ്പനികൾ DRHP ഫയൽ ചെയ്തു. ഫ്ലിപ്കാർട്ട്, സെപ്റ്റോ, ഓയോ തുടങ്ങിയവയുടെ ലിസ്റ്റിംഗ് സാധ്യത. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ. AI നേറ്റീവ് സ്റ്റാർട്ടപ്പുകൾ ലോകവിപണികൾ ലക്ഷ്യമിടുന്നു. Y കോമ്പിനേറ്റർ പോലുള്ളവ ഇന്ത്യയിൽ ആക്റ്റീവ്. സസ്റ്റൈനബിൾ ടെക്, ഹെൽത്ത് ടെക്, ഫിൻടെക് മേഖലകളിൽ ഗ്ലോബൽ അവസരങ്ങൾ വർദ്ധിക്കുന്നു. 2026-ൽ ഫണ്ടിംഗ് സെലക്റ്റീവാകുന്നു. എന്നാൽ AI-യിൽ ബൂം. Q1 2026-ൽ സ്റ്റാർട്ടപ്പുകൾ $2.3 ബില്യൺ മുതൽ $3.9 ബില്യൺ വരെ ഫണ്ടിംഗ് സമാഹരിച്ചു. AI സ്റ്റാർട്ടപ്പുകൾക്ക് റെക്കോർഡ് ഫണ്ടിംഗ്. Q1-ൽ $680 മില്യൺ. ഇൻവെസ്റ്റർമാർ ലാഭപ്രാപ്തിയും ശക്തമായ ഫണ്ടമെന്റലുകളുമുള്ള കമ്പനികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇക്കാര്യത്തിൽ ബംഗളൂരു, ഡൽഹി, മുംബൈ ലീഡ് ചെയ്യുന്നു. Tier 2 നഗരങ്ങൾ ഉയരുന്നു. ബംഗളൂരു ഫണ്ടിംഗ് ഡീലുകളിൽ മുന്നിൽ. ഹൈദരാബാദ്, ചെന്നൈ പോലുള്ള നഗരങ്ങൾ ക്രമേണ വളരുന്നു. 6.5 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 1.28 ലക്ഷത്തിലധികം യൂണിക്കോണുകൾ. 2026-ൽ 3 പുതിയ യൂണിക്കോണുകൾ. 2026 മെയ് വരെ ഇന്ത്യയിൽ 128 യൂണിക്കോണുകളുണ്ട്. ക്രെഡിറ്റ് ബി ഏപ്രിലിൽ ഏറ്റവും പുതിയത്. ഈ വർഷം ഇതുവരെ 3 പുതിയ യൂണിക്കോണുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ. ബംഗളൂരു 55 യൂണിക്കോണുകളോടെ ലീഡ് ചെയ്യുന്നു. AI, ഡീപ് ടെക്, ഹെൽത്ത് ടെക്, ക്ലീൻ ടെക് എന്നിവ ഹോട്ട് സെക്ടറുകൾ. AI ആൻഡ് ഡീപ് ടെക്, ഫിൻടെക്, ഹെൽത്ത് ടെക്. AI ഡയഗ്നോസ്റ്റിക്സ്, ക്രോണിക് കെയർ, ക്ലീൻ ടെക്, EV ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ 2026-ലെ ടോപ്പ് സെക്ടറുകൾ. ക്വിക്ക് കൊമേഴ്സ്, D2C, സോഷ്യൽ കൊമേഴ്സ് എന്നിവയിലും ശക്തമായ വളർച്ച. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.